ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ രത്നച്ചുരുക്കം 29. ന്യായപ്രമാണം വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം, അതായത് ക്രിസ്തു വരുവോളം, ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വാഗ്ദത്തത്തോട് കൂട്ടിച്ചേർത്ത് മാലാഖമാർ മുഖാന്തരം പ്രവാചകനായ മോശെ എന്ന മധ്യസ്ഥൻ്റെ കയ്യിലേൽപ്പിച്ചതാണ്. 30. യഹോവ അബ്രാമിന് നൽകിയ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ് ക്രിസ്തുവിൽ സകല ജാതികൾക്കും കൈവന്നിരിക്കുന്ന രക്ഷയും പാപക്ഷമയും അനുഗ്രഹവും. 31. നിന്റെ സന്തതിയാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന അബ്രഹാമിനോടുള്ള ഉഭയസമ്മതം ക്രിസ്തുവിലാണ് ആത്യന്തികമായി നിവൃത്തിയായത്. 32. യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. കാലസമ്പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും. 33. പാപമില്ലാത്തവനായി യേശുക്രിസ്തു എന്ന ഏകജാതൻ മാത്രമേ ഉള്ളൂ. 34. പൂർണ്ണതയുള്ള നീതിമാനും വിശുദ്ധനുമായ ഏകരക്ഷകനായ ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് പാപക്ഷമയ്ക്ക് മാർഗമുണ്ടാക്കിയിരിക്കുന്നതിനാൽ ക്രിസ്തുവിനെ ആവശ്യമില്ലാത്തവരായി ആരുമില്ല. 35. നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താലാണ് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. 36. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അവനിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.